കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പാത ഇനി യാഥാർത്ഥ്യത്തിലേക്ക്. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന ഈ പദ്ധതിക്ക് ജീവൻ നൽകുന്ന നിർണായക തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. പദ്ധതിയുടെ ആകെ ചിലവായ 3800 കോടി രൂപയിൽ പകുതിയും, അതായത് 1900 കോടി രൂപ കേരള സർക്കാർ തന്നെ വഹിക്കും. എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നീ 3 ജില്ലകൾക്ക് ഈ പദ്ധതി വലിയ നേട്ടമാകും. പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലയുടെ സാമ്പത്തിക ഉന്നമനത്തിന് ഇത് വലിയ കരുത്താകും. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, പാല തുടങ്ങിയ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പാത ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കും. ഏകദേശം 111 കിലോമീറ്റർ നീളമുള്ള ഈ പാതയ്ക്കായി 303 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. നിലവിൽ അങ്കമാലി മുതൽ കാലടി വരെയുള്ള 7 കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ റവന്യൂ അധികാരികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മറ്റൊരു വലിയ വാർത്ത, ഈ റെയിൽപാത തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖം വരെ നീട്ടാനുള്ള ആലോചനയിലാണ് സർക്കാർ. എരുമേലിയിൽ നിന്ന് പത്തനംതിട്ട, പുനലൂർ, നെടുമങ്ങാട് വഴി വിഴിഞ്ഞത്തേക്ക് പാത നീട്ടുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ബജറ്റിൽ തുക അനുവദിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ ഈ പാതയുമായി ബന്ധിപ്പിക്കുന്നതോടെ കേരളത്തിലുടനീളം ഒരു വ്യവസായ ഇടനാഴി തന്നെ രൂപപ്പെടും. ചുരുക്കത്തിൽ, ശബരി റെയിൽവേ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ ഗതാഗത മേഖലയിലും വ്യാപാര രംഗത്തും വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കമാകുന്നത്.